ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിനി ഷിബു വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ഒരു ബ്ലൗസ് കട്ട് ചെയ്യാം. എപ്പോഴും കട്ട് ചെയ്യുന്ന ബ്ലൗസുകൾ തന്നെയാ, പക്ഷെങ്കിൽ ഒത്തിരി പേർക്ക് വീണ്ടും വീണ്ടും സംശയം, സൈസ് മാറുമ്പോൾ അവർക്ക് സംശയം തീരുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ചെറിയ സൈസ് മുതൽ ഏറ്റവും വലിയ സൈസ് വരെ എങ്ങനെ കട്ട് ചെയ്യാമെന്നും അതിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്താമെന്നും കട്ടിങ്ങിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താമെന്നും, ആംഹോൾ വലുതായിരിക്കും, കൈ ചെറുതായിരിക്കും, കൈ വലുതായിരിക്കും, ആംഹോൾ ചെറുതായിരിക്കും, ചെസ്റ്റ് വലുതായിരിക്കും, ആംഹോളും കൈയും ചെറുതായിരിക്കും, അങ്ങനെ പ്രശ്നങ്ങൾ ബ്ലൗസിൽ വരും. അപ്പം അതൊക്കെ വരുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് സംശയം കൂടും. എങ്ങനെയാ ഇപ്പം നമ്മൾ ഒരു കാൽക്കുലേഷൻ പറഞ്ഞു തരുമ്പം, നമ്മൾ ഒരു തിയറി അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോർമുല പറഞ്ഞു തരുമ്പം, ഈ ഫോർമുല വെച്ച് ഇത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരുമ്പം അത് ഒരു മൊത്തത്തിലുള്ള ഒരു ജനറൽ കട്ടിങ് രീതിയാണത്. നമ്മൾ കടയിൽ പോയി റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങുന്ന ആ ഒരു ബ്ലൗസിന്റെ രീതിയിലാണ് നമ്മൾ ഈ ഫോർമുല വെച്ച് കട്ട് ചെയ്യുന്നത്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഇത്ര, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4, ബസ്റ്റ് ഡിവൈഡഡ് ബൈ 4, ബസ്റ്റ് ഡിവൈഡഡ് ബൈ 10, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ആ ഒരു മെഷർമെന്റ് ആണത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് ബ്ലൗസ് ഇടുന്നത്. കാരണം ഓരോരുത്തരുടെ ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ അളവുകളായിരിക്കും. അപ്പൊ ആ ബ്ലൗസ് നമുക്ക് സൂട്ട് ആകണമെങ്കിൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് ആ ആളിന്റെ അളവിനനുസരിച്ച് തയ്ച്ചെങ്കിലേ ശരിയാകത്തുള്ളൂ. അത് കാരണം എല്ലാവർക്കും സംശയമാണിപ്പോ. എത്ര ബ്ലൗസ് കട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഡൗട്ട് തീരുന്നില്ല. ഓരോ സൈസുകളും വീണ്ടും കട്ട് ചെയ്തിടാമോ എന്ന് നമുക്ക് ചോദിക്കുന്നുണ്ട് നമ്മളോട്. അതുകൊണ്ട് ഇപ്പം എല്ലാ അളവിനും എങ്ങനെയൊക്കെ മാറ്റി ചിന്തിക്കണം, എങ്ങനെയൊക്കെ മാറ്റി കട്ട് ചെയ്യണം എന്ന് നമുക്കിപ്പോ ഒരു ബ്ലൗസിൽ ഞാനിപ്പോ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് ഓരോന്നും ശ്രദ്ധിക്കണം. കൂടെ നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ അടുത്ത് വെച്ചോ. അപ്പം പെട്ടെന്ന് നമുക്ക് കാൽക്കുലേഷനും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് കട്ടിങ്ങിലോട്ട് പോകാം. സൂക്ഷിച്ച് ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ തുണിയെ എപ്പോഴും പോലും നമ്മൾ 4ആയിട്ട് മടക്കിയേക്കുവാന്നേ. ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന മടക്ക ഇതിനെ അങ്ങനെ എടുത്ത് ഞാൻ ഇങ്ങനെ മടക്കുക. നിങ്ങൾ ഓർക്കും ഇപ്പം ഇത് തിരിച്ച് മടക്കണ്ടേ, തുണിയുടെ നല്ല വശമല്ലേന്ന്. ഈ തുണിക്ക് 2x2 മെറ്റീരിയലിൽ അങ്ങനെ പ്രത്യേകിച്ച് നല്ല വശവും കെട്ടവശവും ഒന്നും പ്രത്യേകിച്ച് നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. ഇപ്പം ഇത് തിരിക്കാനിരുന്നാൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കൊക്കെ ആ മടക്കൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് മടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇടുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ശരിയാക്കിയേക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1.5 ഇഞ്ച് മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ള തുണിയെ ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് വേണ്ടുന്നത് കൈയാണ് വെട്ടുന്നത്. കൈയാണ് ആദ്യം വെട്ടിയെടുക്കുന്നത്. കൈയുടെ അളവ് അവർക്ക് 10 ഇഞ്ച് ഹൈറ്റും 12 ഇഞ്ച് കൈയുടെ ചുറ്റളവുമാണ്. അതൊക്കെ സെയിം. നമ്മൾ എത്ര അളവ് എടുക്കുന്ന എത്ര വേണമോ അതായിരിക്കും കണക്ക്. ഇതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. 10 ഇഞ്ച് 10 ഇഞ്ച് ഇറക്കം എടുക്കണം ഇവർക്ക്. അതാണ് അവരുടെ ഇറക്കം. പിന്നെ 12.5 ഇഞ്ചാണ് ഇവരുടെ കൈയുടെ ചുറ്റളവ്. അപ്പം 6.25 ഇഞ്ച്. ഇത്രയും ഓക്കെ ആണേ. ഇവിടെ 2 ജോയിന്റ് അങ്ങ് കൊടുക്കുക, 2 ലൈൻ അങ്ങ് കൊടുക്കുക. ഇനിയും ഇവരുടെ ആംഹോൾ നമുക്ക് തന്നിരിക്കുന്നത് 17 ഇഞ്ചാണ്. 17 ഇഞ്ചാണ് ഇവർക്ക്. നമുക്ക് ആംഹോൾ അവരുടെ ബോഡിയിൽ നിന്ന് ഞാൻ എടുത്ത ആംഹോൾ ഇവർക്കുള്ളത്. ആക്ച്വലി ഇവരുടെ ബോഡിയിലുള്ള ആംഹോൾ 17 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് ആംഹോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 ഇഞ്ചാണ് ആംഹോൾ കണ്ടുപിടിക്കുന്നത്. നമുക്കിപ്പം കണ്ടുപിടിച്ച് നോക്കാം. ഇവരുടെ ചെസ്റ്റ് 37 ഇഞ്ചാണ്. 37 ഡിവൈഡഡ് ബൈ 4 9.25 മൈനസ് 1 ഇഞ്ച് മൈനസ് 1 8.25 എത്രയായും 16.5 ഇഞ്ച്. 16.5 ഇഞ്ചാണ് ഇവർക്ക്. ഫോർമുല വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഇവർക്ക് 16.5 ഇഞ്ചാണ് ഈ ബോഡി സൈസിന്. അതായത് ചെസ്റ്റ് അളവ് 37 ഇഞ്ചുള്ള ഒരാളുടെ ആംഹോളിന്റെ ചുറ്റളവ് 16.5 ഇഞ്ചാണ് വരേണ്ടത്. ഇപ്പം ഇതെടുത്താൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. കാരണം 1/2 ഇഞ്ചിന്റെ വ്യത്യാസമുള്ളല്ലോ. പക്ഷെങ്കിൽ ഇവർക്ക് ബോഡിയിൽ നമ്മൾ അളവെടുക്കുമ്പോൾ 17 ഇഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിപ്പോ 17 വെച്ചേക്കുള്ളൂ.
അതാണ് വ്യത്യാസങ്ങൾ വരുന്നത്. 1.5 ഇഞ്ച് എടുത്താൽ മതി ഇങ്ങോട്ടെ. ഇവിടുന്ന് ഒരു 3.5 ഇഞ്ച്. ഇത് ഈ 3.5 വെക്കുന്ന ക്യാപ് ഹൈറ്റിന്റെ ഇറക്കം ഞാൻ എടുത്തില്ല. അതായത് ക്യാപ്പിന്റെ ഇറക്കം ഞാൻ എടുത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് 3.5 വെക്കുന്നത്. ചിലർക്ക് ഇത് 3.5 3.25 വരാം. അപ്പം ഈ ലൈനിൽ വേണം നമുക്ക് നമ്മളുടെ ആംഹോൾ 17, അതിന്റെ പകുതി 8.5 ഇഞ്ച് വരാന്. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി 1.5 ഇഞ്ച് എടുത്തു കഴിഞ്ഞു. പിന്നെ നമുക്ക് വരേണ്ടത് എത്ര? 7 ഇഞ്ച്. 7ഉം ഇവിടെ കൊടുത്തിരിക്കുക 1.5 കൂടെ ചേർക്കുമ്പോൾ 8.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതപ്പം അങ്ങ് ജോയിൻ ചെയ്യുക. ഇപ്പം ആംഹോളിൽ വരുന്ന പ്രശ്നം സോൾവ് ചെയ്യാൻ പഠിച്ചല്ലോ. ഒന്നുകിൽ നമ്മള് തിയറി വെച്ച്, അതായത് ഫോർമുല വെച്ച് കട്ട് ചെയ്യുക. ആ ഫോർമുല നിങ്ങൾക്ക് ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ കൈയുടെ ആംഹോൾ അളന്ന് നോക്കുക. അളന്ന് നോക്കുമ്പോൾ എത്രയുണ്ടോ അത് വെക്കുക. ഇതിന്റെ സെന്ററിൽ ഒരു മാർക്ക്. ഇതാണ് കൈ. അപ്പൊ നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇവിടുന്ന് വെട്ടുമ്പോ ചെറിയൊരു ചരിവോട് വെട്ടണേ. ഇവിടെ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്. ഇത്ര നോച്ച് ഇട്ട ശേഷമേ തുണി വിരിക്കാവുള്ളൂ. ഈ തുണിയെ വിരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട്, 1/2 to 3/4 ഇഞ്ച് വരെ വിട്ടിട്ട് വേണം നമ്മൾ ഇവിടെ കട്ട് ചെയ്യാതെ വരാൻ. ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോരണം. കണ്ടോ? ഒരു ബ്ലൗസ് കട്ടിങ് ഒക്കെ പഠിക്കാൻ നമ്മൾ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി കണക്കൊക്കെ പഠിച്ചിരുന്നാൽ മതി. ഇച്ചിരി ഈ കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ ചെയ്ത് നമ്മൾ പഠിച്ചു പോകും. വീട്ടമ്മമാർ വേറെ എന്തൊക്കെ ചെയ്യുന്നു? ഇതിനെക്കാട്ടിലൊക്കെ ടഫായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഇതാണോ ഒരു ചെറിയ സിമ്പിൾ. ഇവിടെ അതേപോലെ നമുക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റും അങ്ങ് മാർക്ക് ചെയ്ത് വെക്കണം ആദ്യമേ. അതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ബാക്കിൽ തുണി അറ്റാച്ച് ചെയ്യാൻ, പീസ് അറ്റാച്ച് ചെയ്യാൻ. ഇനി വേണ്ടുന്ന ബ്ലൗസിന്റെ ഹൈറ്റ്. അതിലൊക്കെ ഒന്നും എടുക്കുക, നമ്മൾ തിയറിയോ ഫോർമുലയോ ഒന്നും എടുക്കാൻ പാടില്ല. അവരുടെ ബോഡിയിൽ എത്ര ഹൈറ്റ് വേണോ അത് എത്ര വേണേലും നമുക്ക് വെക്കാം. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ 14.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അവിടെ 2 ലൈനും കൊടുക്കണം. 2 ലൈൻ കൊടുത്തിട്ട് ഇപ്പൊ നമുക്ക് ഇവരുടെ ബ്ലൗസിലുള്ള വിഡ്ത്തും നെക്കിന്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ്. ഇപ്പൊ ഇവർക്ക് നമുക്ക് എത്ര വേണമെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ ആദ്യം നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കാം. ഷോൾഡർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6. അപ്പൊ നമുക്കിപ്പം കാൽക്കുലേറ്റർ എടുത്ത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 എത്ര ഉണ്ടെന്ന് നോക്കാം. 37 ഡിവൈഡഡ് ബൈ 6, 6.1 ആണ് ഇവരുടെ ഷോൾഡറിന്റെ അളവ്. അത് നമ്മൾ 6 അങ്ങ് വെക്കുക. നമ്മൾ എപ്പോഴും ഈ അളവിന് 6 തന്നെയാണ് വെക്കുന്നത്. 6 വെച്ചു. 6 ഇഞ്ച് നമ്മൾ ഷോൾഡർ അങ്ങ് വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഇവർക്ക് കണ്ടുപിടിക്കേണ്ടത് നെക്കിന്റെ വിഡ്ത്താണ്. നെക്കിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12, 37 ഡിവൈഡഡ് ബൈ 12, 3 ഇഞ്ചസ്, 3.0833 സംതിങ്, 3 ഇഞ്ചാണ് വേണ്ടത്. നമ്മൾ എപ്പോഴും 2.25 ഇഞ്ചാണ് വെക്കുന്നത്. 2.25 വെച്ചാൽ നമുക്ക് തയ്ച്ചു വരുമ്പോൾ റെഡി 3 ഇഞ്ചാവും. ഇവിടെ വേണമെങ്കിൽ നമ്മൾ 1/4 ഇഞ്ച് ഒരു പോയിന്റ് കൂടെ എക്സ്ട്രാ വെക്കാം. കാരണം തയ്ക്കാൻ തുണി വേണം. ഇത് ഇപ്പൊ ഇങ്ങോട്ട് വരും, തയ്ച്ചു വരുമ്പോ 5.25 അല്ലെങ്കിൽ 5.5 ഒക്കെ ഉണ്ടാകത്തുള്ളൂ മൊത്തം ഷോൾഡർ. ഇങ്ങോട്ട് വെക്കാം. പക്ഷെ നെക്കിന്റെ ഇറക്കം ഇവർക്ക് 9 ഇഞ്ച് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ ആ കുറയ്ക്കേണ്ടുന്നത് ആ എക്സ്ട്രാ വെക്കുന്നതിൽ അങ്ങ് കുറഞ്ഞു പോകും. മനസ്സിലായോ? നെക്കിന്റെ ഇറക്കം 9 ഇഞ്ച് വെക്കുന്ന കാരണം 1/4 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം. ആ കുറയ്ക്കുന്നത് അതങ്ങ് ഇവിടെ അങ്ങ് കുറച്ച് വെച്ചാൽ മതി. അതായത് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇടണ്ടെന്നർത്ഥം. ഇതിൽ തന്നെ തയ്യൽ തുമ്പും പോകും. ഇപ്പൊ ഇവിടെ നമ്മൾ 2.25 എടുത്തു. അതായത് നമുക്ക് 3 വേണം, നമ്മൾ 2.25 എടുത്തു. ഇവിടുന്ന് ഇപ്പം നമ്മളുടെ നെക്കിന്റെ ഇറക്കം
9 ഇഞ്ചാണ്. 9 ഇഞ്ച് വേണമെങ്കിൽ നമ്മള് 8.25 വെച്ചാൽ പോതും. എട്ടരയും ഒരു ശകലം കൂടെ വെച്ചാൽ പോതും. 9 ഇഞ്ച് ലാസ്റ്റ് ഫൈനലാണ് 9 ഇഞ്ച്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്തേക്കാം. ഇങ്ങനെ ഇച്ചിരി ഇറക്കം കൂടുതൽ വേണം ഇങ്ങനെ തയ്ക്കാം. പക്ഷെ ഇവരുടെ ബ്ലൗസ് അളവ് ബ്ലൗസ് കണ്ടിട്ട് ഇച്ചിരി ഒതുങ്ങിയ കഴുത്ത, അത് കാരണം ഞാനിപ്പോ അങ്ങനെ അങ്ങോട്ട് ചരിക്കുന്നില്ല. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇവരുടെ കൈക്കുഴിയുടെ ഇറക്കം. കൈക്കുഴിയുടെ ഇറക്കം നമ്മൾ ഷോൾഡർ എത്ര എടുത്തോ അത്ര തന്നെയാണ്. അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ് ഷോൾഡറിന്റെ കാൽക്കുലേഷൻ. അതേ സെയിം ആണ് നമ്മൾ കൈക്കുഴിക്കും വെക്കേണ്ടത്. നമ്മൾ അല്ലാതെയും മിക്കവാറും 6 ഇഞ്ച് തന്നെയല്ലേ വെക്കുന്നത്. 6 ഇഞ്ച്. അപ്പൊ നമ്മൾ നോക്കണം, ഇവിടുന്ന് എടുത്ത് 6 ഇഞ്ച് തന്നെ ഇവിടെയും വരണം, ചരിഞ്ഞു പോകരുത്. ഇതാ ഇവിടെയാണ് 6 വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങ് മാർക്ക് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഡാർക്ക് ചോക്ക് യൂസ് ചെയ്ത് ഞാൻ ഇങ്ങനത്തെ ചോക്കൊന്നും ഞാൻ യൂസ് ചെയ്യത്തേ ഇല്ല. തീരെ ലൈറ്റ് ചോക്കേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതിൽ ഞാൻ ഒരു പിങ്ക് ഒക്കെ വെച്ചായിരിക്കും സാധാരണ വരയ്ക്കുന്നത്. നിങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്ന് കംപ്ലൈന്റ് പറയുന്ന കാരണമാണ് ഞാനിപ്പോ ബ്ലൂ വെച്ച് വരയ്ക്കുന്നത്. നമ്മൾ ഹൈറ്റ് എടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ ഷോൾഡർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ നെക്കിന്റെ വിഡ്ത്ത് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ആം ഹോളിന്റെ ഹൈറ്റ് വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നേരെ വേണ്ടുന്ന അടുത്ത് നമ്മളുടെ ചെസ്റ്റിന്റെ ചുറ്റളവാണ്. ചെസ്റ്റിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഞാൻ എപ്പോഴും ബെസ്റ്റ് അളവ് അല്ലേ വെക്കുന്നത്. അപ്പൊ 38.5 പ്ലസ് 2 നമ്മൾ എപ്പോഴും വെക്കുന്നത്. ഇപ്പൊ ഇത് 2x2 മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ 1.5 വെക്കുന്നുള്ളൂ. അതായത് ഈ തുണി നല്ലതായിട്ട് വലിയും. അപ്പം നെക്കും ഇത്ര ഇറക്കം ഉള്ളത് കൊണ്ട് ഇത് കഴുത്തിൽ നിന്ന് ഇങ്ങനെ ഫോൾ ആകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മളിപ്പോ 1.5 വെക്കുന്നുള്ളൂ. 38, 39, 40, അതായത് 40 ഇഞ്ച് ഞാൻ വെക്കുന്നുള്ളൂ. ഇവിടെ 38 നമ്മളുടെ ബെസ്റ്റ് അളവ്. 38 പ്ലസ് 1.5 ഇഞ്ച് പിന്നെ ലൂസ് ഈക്വൽ ടു 40 ഇഞ്ച്. ഇനി ഈ 40നെ 4 ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 10 ഇഞ്ച് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടെങ്കിൽ എടുത്ത് അപ്പം നോക്കിയാൽ മതി. അതായത് നമ്മുടെ ചെസ്റ്റ് ചുറ്റളവ് എത്ര എടുത്തിട്ടുണ്ടോ അതിന്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടെ കൂട്ടുക, അതിനെ 4 ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ഈ 40നൊക്കെ 4 ഡിവൈഡ് ചെയ്യാൻ കാൽക്കുലേറ്റർ വേണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇവിടെ ഒരു ലൈൻ കൊടുക്കൂ ഈ 10 ഇഞ്ചിലോട്ട്. ഇവിടുന്ന് താഴെ ഇവർക്ക് വേണ്ടുന്നത് എത്രയാ? അവരുടെ ഹിപ്പിന്റെ അളവ് 34 ഇഞ്ചാണ്. 34 ഇവരുടെ ഹിപ്പിന്റെ അളവ്. 34 ഡിവൈഡഡ് ബൈ 4 5 8.5 34 8 ഇഞ്ചാണ് ഇവരുടെ ഹിപ്പിന്റെ അളവ്. 8.5 ഇഞ്ച്. ഇത് ഇപ്പൊ ഞാൻ ഇവിടെ നമുക്ക് പിന്നെ ടക്ക് പിടിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ മാറ്റി 3/4 ഇഞ്ച് ഇങ്ങോട്ട് തള്ളി വേണം നമ്മള് മാർക്ക് ചെയ്യാനേ. നമുക്കിപ്പോ സെന്ററിൽ ബാക്കിൽ ടക്ക് പിടിക്കാറില്ലല്ലോ ഇവിടെ ഉള്ളവര്. അത് കാരണം ഇതാണ് ഇതിന്റെ മാർക്ക്. പക്ഷെ ഞാൻ വെട്ടുമ്പം ഇങ്ങനെ വെട്ടുള്ളൂ. ഇങ്ങനെ നേരെ ചെസ്റ്റിന് എത്ര എടുത്തോ അത്രയും തന്നെ വെട്ടിയിട്ട് ഞാൻ തയ്ച്ചു കഴിയുമ്പം ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞ് എക്സ്ട്രാ ഉള്ളതിനെ വെട്ടുകയാണ് ചെയ്യുന്നത്. എന്നെ ഇതിന്റെ തയ്യൽ കാണുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് ആം ഹോൾ എടുക്കണം. ആം ഹോൾ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ അളവിന് 16.5 ഇഞ്ചേ വരത്തുള്ളൂ. ഇവർക്ക് പക്ഷെ 17 ഇഞ്ച് ഉണ്ട്. അപ്പൊ നമുക്ക് 17 ഇഞ്ച് ഇവിടുന്ന് എടുക്കാം. നമ്മൾ അതിൽ സ്ട്രെയിറ്റ് 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളൊരു 2 ഇഞ്ചോ 1.25 ഇഞ്ചോ ഇങ്ങോട്ട് കൊടുക്കുക. അത് എത്ര വേണം നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കറിയാവുന്നേ. നമുക്ക് നോക്കാമേ. 1.5, 5, 6, 7, 8, 8.5 കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണ്. അല്ല, ഇതേ സെയിം ചെസ്റ്റ് അളവല്ല ഉള്ള ഒരാൾക്ക് 16 ഇഞ്ച് ആം ഹോൾ ഉള്ളെന്ന് വെക്കുക. നമ്മൾ എങ്ങനെ തയ്ക്കും? ഇതിനകത്ത് വരുമ്പോ ഇപ്പം 17 ഇഞ്ച് വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1/2 ഇഞ്ച് മേളിലോട്ട് കയറ്റണം. അതായത് കൈക്കുഴി 5.5 ഇഞ്ച് വെച്ചാൽ മതി. അതായത് അവരുടെ ആം ഹോൾ ചെറുതാണ്. അപ്പം അവർക്ക് ഇവിടെ കൈക്കുഴി 5.5 വെച്ചാൽ മതി. ഇതേ ഇവർക്ക് നിങ്ങൾ
ഇപ്പൊ ഇത് 17ആണ്. ഇതേ അളവിലുള്ള ആൾക്ക് 18 വരും. ചിലവർക്ക്, എല്ലാവർക്കും അല്ല, ചില കേസിൽ 18 വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആം ഹോളിനെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് താഴോട്ട് ഇറക്കണം. അപ്പം ഇതെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആകും. അങ്ങോട്ടോ ഇങ്ങോട്ടോ 1/2 1/4 ഇഞ്ച് ചേഞ്ച് ചെയ്തെടുക്കണം. ഇതേ ഇപ്പം നമ്മളിവിടെ എക്സ്ട്രാ നമുക്കിപ്പോ 6 ഇഞ്ച് ഷോൾഡർ വന്ന് 6.25 ഇഞ്ചോട്ട് അടുത്ത് വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ തയ്യൽ തുമ്പ് ഇടാതാണ് ഇത് എടുത്തേക്കുന്നത്. തയ്യൽ തുമ്പ് ഇങ്ങോട്ട് 1/4 ഇഞ്ച് കൂടെ എടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഇനി ഇത് കുറച്ചാ കിട്ടുന്നത്. 8.25 വരത്തുള്ളൂ. അതായത് ഈ 1/4 ഇഞ്ച് കൂടി ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ആംഹോളിന്റെ അളവ് പിന്നെയും ചെറുതാകും. ഇപ്പൊ നമ്മൾ 6 ഇഞ്ച് എടുത്ത് ഈ 6 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടാതെ 6 മാത്രം എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയത്. മനസ്സിലായോ? അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് നമുക്ക് വരുത്തേണ്ടത്. അത് പഠിച്ചാൽ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല, ആർക്കും തയ്ക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇടാം. 1.5 ഇഞ്ച്. ഇത്രതിന്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ ഇടുക. ഇത്രയൊന്നും തുണി ഇടരുത്, ബ്ലൗസിന്റെ ഫിനിഷിങ് പോകും എക്സ്ട്രാ തുണി ഒത്തിരി അകത്ത് കിടന്നാൽ. പിന്നെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ ഇടുന്നതാ. മനസ്സിലായി? ഇപ്പൊ കൈയും ബാക്കും മനസ്സിലായല്ലോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകാത്ത പാർട്ട് ഏതാണെന്ന് തനിയെ നിങ്ങൾ കമന്റ് ഇടണം. അടുത്ത ബ്ലൗസിൽ നമ്മൾ അത് നോക്കി പറഞ്ഞിരുന്നായിരിക്കും. ഇവിടുന്ന് ഇവിടെ ഒരു കട്ട്, ഇവിടെ ഒരു കട്ട്. ആവശ്യം ഉണ്ടെങ്കിൽ സെന്ററിൽ ഒരു കട്ട് കൊടുക്കാം കേട്ടോ, ആവശ്യം ഉണ്ടെങ്കിൽ. ഇപ്പൊ ഈ ബ്ലൗസുകൾക്കൊന്നും ആവശ്യമില്ല, കാരണം ഇത് അത്രയ്ക്ക് പതിഞ്ഞിരിക്കുന്ന, നമ്മൾ അതിന്റെ ഫോൾഡ് വിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് ഫോൾഡ് ഇവിടെ ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവർക്ക് സ്ട്രെയിറ്റ് കട്ടിങ്ങാ വേണ്ടുന്നത്, ക്രോസ് കട്ടിങ് ഇടത്തില്ലായിരിക്കാം. എനിക്ക് അളവ് തന്ന ബ്ലൗസ് സ്ട്രെയിറ്റ് ആണേ. തുണിയിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ നോക്കണം, കണ്ടോ ഇവിടെ തുണി ഫോൾഡ് ആയിരിക്കുന്നത് നോക്കിയേ. ഈ കര ഇവിടെ ആയിരിക്കുന്നത്, ഇത് ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ തിരിച്ചിടുമ്പോ നമുക്ക് ഇത് മാറിപ്പോകരുത്. അതിന് ആദ്യം തന്നെ അത് ഒരു കണക്ക് വെച്ച് ഒരു വര അങ്ങ് കൊടുത്തേക്കാം. നമുക്ക് ഇതിന്റെ അപ്പുറത്തേ നിൽക്കാവൂ നമ്മുടെ കട്ടിങ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് കൂടുതലും ബാക്ക് കുറവും ഒക്കെ ആയിപ്പോവും. ഒരു പീസ് വലുതും ഒരു പീസ് ചെറുതൊക്കെ ആയി. നമ്മൾ ഒരു വര ആദ്യം അങ്ങ് വരച്ചേക്കണം. എപ്പോഴും ഒരു തുണി ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് വേറൊരാളുടെ തുണിയാണ്, ഇതിൽ പ്രശ്നമൊന്നും വരരുത്. മാക്സിമം നന്നായിട്ട് ചെയ്യാൻ പറ്റണം. കൂടി വന്ന ഒരു ലൂസോ ടൈറ്റോ അതിനും അവർ കുറ്റം പറയാമായിരിക്കും, എന്നാലും അതൊരു വലിയ വിഷയമൊന്നുമല്ല. ലൂസും ടൈറ്റും ഒന്നും, അത് നമ്മൾ തന്നെ അവരെ ഇട്ട് നോക്കുമ്പോൾ അന്നേരം തന്നെ റെഡിയാക്കി കൊടുക്കാനുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? നമ്മള് കയ്യിൽ നിന്ന് ടെക്നിക്കൽ പ്രോബ്ലംസ് ഒന്നും വരാൻ പാടില്ല, തിരുത്താൻ പറ്റാത്ത തെറ്റുകൾ വരാൻ പാടില്ല. ഇതാ നമ്മള് കറക്റ്റായിട്ട് ഇവിടെ അങ്ങ് മാർക്ക് ചെയ്തെടുത്തു. ഇതാ ഇവിടെ വരുമ്പം നമ്മൾ ഫ്രണ്ടിൽ 3 ഇഞ്ച് ടക്ക് പിടിക്കും, 3 3.5 ഇഞ്ച് ടക്ക് പിടിക്കും. അതിനനുസരിച്ച് നമ്മൾ ഇവിടോട്ട് ഇച്ചിരി ഇങ്ങനെ ചരിച്ച് വേണം നമ്മൾ വരയ്ക്കാൻ. ഇതാ കുറച്ച് തുണി അവിടെ എക്സ്ട്രാ കിടന്നോട്ടെ. ഈ ഡൗട്ട് എന്നോട് ഈ കഴിഞ്ഞ ബ്ലൗസിൽ ഞാൻ ബോർഡിൽ കാണിച്ചപ്പോൾ ഒരാൾ ചോദിച്ചായിരുന്നു. ആ ബോർഡിൽ എനിക്ക് എക്സ്ട്രാ വരയ്ക്കാൻ സ്ഥലവുമില്ലായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ എക്സ്ട്രാ വരയ്ക്കാൻ എനിക്ക് സ്ഥലമില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പറയാതെ തന്നെ. എന്നിട്ട് ആദ്യമേ നമ്മൾ എന്താ ചെയ്യുക, ഈ ലൈന് കട്ട് ചെയ്യണം. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ നെക്ക് ടൈറ്റ് ആയിട്ട് നിൽക്കാനുള്ള ഫസ്റ്റ് വഴി ഇതാ കേട്ടോ, നെക്ക് ഊർന്നു പോകാതിരിക്കാൻ. അപ്പൊ ഈ ഷോൾഡറിന്റെ ലൈൻ ഇത് തന്നെയാണ്. ഇവിടുത്തെ ലൈന് കണ്ടോ, 1/4 ഇഞ്ചും 1 പോയിന്റും താഴോട്ട് ഇറക്കിയിട്ടുണ്ട്, 1/4 ഇഞ്ചും 1 പോയിന്റും. ഇതാ ഇവിടെ അതേപോലെ 1/4 ഇഞ്ചും 1 പോയിന്റും താത്ത് നമ്മൾ അടുത്ത ഒരു ലൈൻ കൊടുക്കും. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഈ ലൈനിൽ കൂടെ നമ്മളിപ്പോ വെട്ടു, ഇത് നമുക്ക് കണക്കിലില്ല. ഇത് എന്നോട് ഒരാൾ ചോദിച്ചു 3 ലൈൻ കണ്ടാൽ അത് എന്താന്ന് മനസ്സിലായില്ലെന്ന്. എത്ര ബ്ലൗസ് ഞാൻ കട്ട് ചെയ്യുന്ന, ഇതാ ഇതങ്ങ് നമുക്ക് വേണ്ട, നമ്മൾ കട്ട് ചെയ്യുന്ന ഇപ്പൊ ഇതിലെയാ കട്ട് ചെയ്യുന്നത്, ഇത് നമുക്ക് കണക്കിലേ ഇല്ല. മനസ്സിലായോ? ഇതിലെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, ഇതിലെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇതിനെക്കാട്ട് ഈസി ആയിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? ഇത് കട്ട് ചെയ്യാനുള്ള ലൈനാ, ഇത് തയ്ക്കാനുള്ള ലൈൻ? ആദ്യ കാലം പോലെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഇവരുടെ ഫ്രണ്ട് നെക്ക്.
ഫ്രണ്ട് നെക്ക് ഞാൻ എടുത്തേക്കുന്നത് 9 ഇഞ്ച് എന്നാണ്. എനിക്കൊരു പഴയ ബ്ലൗസ്, ഇത് ഓൾട്രേഷൻ ബ്ലൗസാ, ഇതെനിക്ക് ശരിയാക്കി കൊടുന്നും പറഞ്ഞ് ആരോ തയ്ച്ച് ശരിയായില്ല, ഇത് ഒരു അസമുസ എന്നൊക്കെ തയ്ച്ചു വെച്ചേക്കുക. തയ്ച്ചിട്ടാ പോലും കണ്ടില്ലേ. ഞാൻ പറഞ്ഞുതരാം നോക്കേ. ഇപ്പൊ ഈ ബ്ലൗസ് തയ്ച്ചേക്കുന്ന സ്റ്റിച്ചസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഈ സ്റ്റിച്ചിന്റെ ഗ്യാപ്പുകൾ കാണുന്നുണ്ടോ? ഇത്രയും ഗ്യാപ്പിൽ ബ്ലൗസ് തയ്ക്കാൻ പാടില്ല. നമുക്ക് ഒരു വണ്ണം വെച്ചാലും കൂടി വന്നാൽ നമുക്ക് 1 ഇഞ്ചല്ലേ വണ്ണം വെക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒരു 1/4 ഇഞ്ച് പിടിച്ചെങ്കിലേ നമുക്ക് അഴിച്ചു വിടുമ്പോൾ ആ 1 ഇഞ്ചിന്റെ ഇത് രണ്ട് സൈഡിലും പിന്നെ 1 ഇഞ്ചിന്റെ ലൂസ് കിട്ടത്തുള്ളൂ. ഇത് ഇങ്ങനെ അടിച്ചു വെച്ചാൽ ഇതില് അഴിച്ചു വിടാൻ പോലും നമുക്ക് പറ്റാതെ, ഈ സൈഡും കൂടെ കുറച്ച് കറക്റ്റാ. ഈ സൈഡില് വലിയ കണ്ടോ, ഇതിന്റെ ഗ്യാപ്പ് കണ്ടോ? ഇത് ഇവിടെ തന്നെ ഒരു 3/4 ഇഞ്ച്, മുക്കാൽ 1.5 ഇഞ്ച് ഇവിടെ ഒരു അത്രയും തന്നെ. ഇത് വേറെ അളവില്ല തയ്ച്ചേക്കുന്നത്. അപ്പൊ ഇത് ഞാൻ തയ്ച്ച ആളിനെ കുറ്റം പറയുന്നതല്ല. നമ്മൾ തയ്ക്കുമ്പോ നമ്മൾ നോക്കണം. നമുക്ക് തുണി തയ്ച്ച് നമ്മൾ വെളിയിൽ കൊടുക്കുന്നവരാന്ന് വയ്യേ, നമ്മൾ തയ്ച്ചത് ഇപ്പൊ കറക്റ്റ് അല്ല, ഇച്ചിരി എന്തെങ്കിലും അളവ് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ബ്ലൗസ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ നമ്മളുടെ ബ്ലൗസിന്റെ തയ്യലുകൾ കാണും. ഇങ്ങനെ സ്റ്റിച്ച് അകത്തെ ആ ഫിനിഷിങ് കാണുമ്പോൾ തന്നെ, അകത്തെ നമുക്ക് ഫിനിഷിങ് നമുക്ക് കാണും. ഫിനിഷിങ് കാണുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്ന പൈസ തന്നിട്ട് പോകും. അവർക്ക് സാറ്റിസ്ഫൈഡ് ആകും. കാരണം നല്ല വൃത്തിയായിട്ടുണ്ടാവും നമ്മൾ തയ്ച്ചു വെച്ചേക്കുന്നത് കാണാൻ. അത് നമ്മൾ ആദ്യമേ പഠിക്കണം. തയ്ക്കുമ്പോഴത്തേക്കണ്ട ഇതൊക്കെ നല്ല, ഇവരൊക്കെ ചെറിയടത്തൊന്നും തയ്ക്കുന്ന ആൾക്കാരല്ല, വലിയ ആൾക്കാരാ. അപ്പൊ അവരൊക്കെ വലിയ ഇടത്തിലൊക്കെ കൊണ്ടുപോയി തയ്ക്കുന്നതാ. എന്നിട്ടും തയ്ച്ചു കിട്ടുന്നത് തെളിയിങ്ങനെയാ. ഇന്നലെ നമ്മൾ വേറൊരാൾക്ക് തയ്ച്ചതാണേ. ഫിനിഷ് ആയിട്ടില്ല, അയൺ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. എങ്കിലും ഈ തയ്ച്ചേക്കുന്ന ബ്ലൗസിന്റെ ആകം കണ്ടോ? ഇവിടെ ഒന്നും കൈയൊന്നും ഹെമ്മിങ് ഒന്നും ചെയ്തിട്ടില്ല, കഴുത്ത് ഹെമ്മിങ് ചെയ്തിട്ടില്ല, അയൺ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്ത ബ്ലൗസ് അല്ല ഇത്. ഒന്നും ചെയ്ത ബ്ലൗസ് അല്ല ഇത്. അപ്പോഴും നമ്മുടെ ഈ അകമൊക്കെ കണ്ടോ എങ്ങനെ ഇരിക്കുന്നതെന്ന് കണ്ടോ? നമ്മൾ തയ്ച്ചിരിക്കുന്നതോടെ ഒക്കെയുള്ള ഫിനിഷിങ് കണ്ടോ? ഈ തയ്യലിന്റെ ഒക്കെ ഗ്യാപ്പ് കണ്ടോ എങ്ങനെ ഉണ്ടെന്ന് കണ്ടോ? ഒരു തയ്യൽ അഴിച്ചു വിട്ട 1/4 ഇഞ്ച്, അതായത് ഈ സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് ലൂസ്, ഈ സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് ലൂസ്, മൊത്തത്തിൽ രണ്ട് സൈഡിൽ ഒരു തയ്യൽ അഴിച്ചു വിടുമ്പോൾ 1 ഇഞ്ച് ലൂസ് കിട്ടണം. അങ്ങനെ ഒരു കണക്കിൽ വേണം നമ്മൾ തയ്ക്കാന്. ചുമ്മാ തടി തേവരുടെ ആനയെന്ന് പറഞ്ഞിട്ട് തയ്ക്കുന്ന പോലെ തയ്ക്കരുത്. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ഇപ്പൊ ആ ബ്ലൗസിന്റെ കുറവ് കണ്ടുപിടിക്കാനോ നമ്മൾ തയ്ച്ച ബ്ലൗസിന്റെ നന്മകൾ പറയാനോ അല്ല, നമ്മൾ തയ്ക്കുന്നത് നീറ്റായിട്ട് തയ്ക്കണം, അത് പറയാനായിട്ടാണ്. ഈ ബ്ലൗസ് എടുത്തുകൊണ്ടാണ് എനിക്കിപ്പം അതിങ്ങനെ പറയാൻ തോന്നിയത്. ഇപ്പൊ നമുക്ക് ഇത് അളന്നു നോക്കാം. ഫ്രണ്ട് കഴുത്ത് എത്ര ഉണ്ടെന്ന് അളന്നു നോക്കാം. 8-9.5 ഉണ്ട്. ഞാൻ എടുത്തേക്കുന്ന 9. 9 മതി. കാരണം ഈ തുണി ഇച്ചിരി വലിയ തുണിയല്ലേ. അപ്പൊ 9 ഇഞ്ച് മതി. അപ്പൊ കഴുത്ത് ഇറക്കത്തിന് നമ്മൾ 6.5 ഇഞ്ച് എടുക്കണം. 6.5 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ഈ 6.5 ഒരു ലൈൻ കൊടുക്കാം. ഇവിടെ നമ്മള് കഴുത്ത് ടൈറ്റ് ആകാനായിട്ട് 1/4 ഇഞ്ചും 1 പോയിന്റ് ഇറക്കി. ഇവിടെ നമ്മൾ കഴുത്ത് ടൈറ്റ് ആകാനായിട്ട് 1/4 ഇഞ്ചും 1 പോയിന്റും ഇവിടുന്ന് നമ്മൾ കുറയ്ക്കണം. ഇവിടുന്ന് ഇച്ചിരി ഇത് ടൈറ്റ് ആകും, ഇവിടുന്ന് ഇച്ചിരി ടൈറ്റ് ആകുമ്പോഴാണ് ഈ ബ്ലൗസ് നല്ല ഫിറ്റ് ആയിട്ട് നമുക്ക് നിൽക്കത്തുള്ളൂ. ഇപ്പൊ ഇനി നമുക്ക് വേണ്ടുന്നത് ഇവരുടെ ടക്കിന്റെ ഹൈറ്റ് ആണ്. സെൻട്രൽ ടക്കിന്റെ ഇവിടെ ഷോൾഡറിൽ ഇരുന്ന് താഴോട്ട് വരുന്ന ഡാട്ടിന്റെ ഹൈറ്റ് ഇവിടെ തുടങ്ങണമെന്നാണ് അടുത്തത് നമുക്ക് അറിയേണ്ടത്. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? കഴുത്ത് ഇവിടെ നമ്മൾ 2.25 ഇഞ്ച് കഴുത്തെടുത്തെങ്കിൽ ഇവിടെ നമ്മൾ 3 ഇഞ്ച് കഴുത്തെടുക്കണം. എന്നിട്ട് അപ്പോഴാണ് കഴുത്ത് ഇങ്ങനെ റൗണ്ടിൽ നമുക്ക് വിരിഞ്ഞ് കിട്ടത്തുള്ളൂ. 3 3.25 എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം, അവരവരിടുന്ന ബ്ലൗസിന്റെ വിഡ്ത്തിനനുസരിച്ച്. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ. ഇനിയാണ് നമ്മൾ ടക്കിന്റെ ഹൈറ്റ് നോക്കേണ്ടത്. ടക്കിന്റെ ഹൈറ്റ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവർക്ക് ബോഡിയിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്ന ടക്ക് ഹൈറ്റ് 10 ഇഞ്ചാണ്. നമുക്ക് നോക്കിയാല് നമ്മളുടെ ഫോർമുല വെച്ച് നമുക്ക് നോക്കിയാൽ എത്ര വരുമെന്ന് നോക്കാം. ഇവരുടെ ബെസ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് 9 എന്ന് വെക്കാം. 38 അല്ലേ, 39 എന്ന് അങ്ങ് വെക്കാം. ടക്കിന്റെ ഹൈറ്റ് അല്ലേ,
39 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 9.25. 9.25. അപ്പം 38 ആകുമ്പോൾ ഒരു പോയിന്റ് കുറയും. 9.25 കിട്ടുന്നത്. അപ്പൊ ഞാൻ അവരുടെ ബോഡിയിൽ നിന്ന് എടുത്തത് 10 ഇഞ്ചാണ്. നമുക്കപ്പോൾ 10 ഇഞ്ച് അങ്ങ് വെച്ചേക്കാം. കാരണം ഇച്ചിരി ഇറക്കിയൊക്കെ ബ്രാ ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നമുക്ക് 10 ഇഞ്ച് അങ്ങ് വെക്കാം. 10 ഇഞ്ച് നമുക്ക് ഇവിടെ വരുമ്പോ ഇറക്കം 10 ഇഞ്ച് ഇറക്കമാണ് ഞാൻ വെച്ചേക്കുന്നത്. അല്ലാതെ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ വരണമെന്നില്ല. 10 ഇഞ്ച് ഇറക്കമാണ് ഞാൻ വെച്ചേക്കുന്നത്. ഈ ലൈനിൽ എവിടെ വേണേലും വരാം. ഇവരുടെ ഡാറ്റിന്റെ പോയിന്റ് ഈ ഒരു ലൈനിൽ, അതായത് ഈ 10 ഇഞ്ച് വരുന്ന ഈ ലൈനിൽ എവിടെ വേണമെങ്കിലും വരാം. അപ്പൊ അതിനുള്ള കണക്ക് നമ്മൾ നോക്കണം. അത് നോക്കുമ്പോ 39 ഡിവൈഡഡ് ബൈ 10 ആണ് നമ്മൾ ബസ്സിന്റെ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 3.9 ഈ ഇവിടെ 3.9 എവിടെ വരുന്നോ അവിടെയാണ് നമുക്ക് വന്നത്. ഏകദേശം 3.9 തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് 4 ഇഞ്ച് ഒരു പോയിന്റ് എക്സ്ട്രാ വേണം. ഇവിടെ നമ്മൾ തുണി തയ്ക്കണ്ടേ, തയ്ക്കാനുള്ള ഹൂക്കും അയ്യും വെക്കാനുള്ള തുണി വേണമല്ലോ ഇവിടെ. അതും വിട്ടിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. അത് പ്ലസ് 4 ഇഞ്ച് കൂടെ വേണം. അപ്പം 9.25 പ്ലസ് 4 ഇഞ്ച് അല്ല 3.9 പ്ലസ് അതായത് 4 പ്ലസ് 4 ഇഞ്ച്. 4 ഇഞ്ച് ഒരു പോയിന്റ് നമ്മൾ തയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പം 4 ഇഞ്ച് ഒരു പോയിന്റ് വരുന്നത് 4.25. ഇവിടെയാണ് അവരുടെ പോയിന്റ് വരുന്നത്. ഇവിടെ നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്താൽ പോരാ. ഇവിടുന്ന് അതായത് മേളിൽ നിന്ന് എത്ര ഹൈറ്റ് എവിടെ വരുന്നോ അതിന്റെ നേരെ നമുക്ക് ബെസ്റ്റ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 10 പ്ലസ് 4 ഇഞ്ച് നമ്മൾ എവിടെ വരുന്നോ അവിടെയാണ് നമ്മുടെ പോയിന്റ് വരേണ്ടത്. ഇപ്പൊ മനസ്സിലായോ? ഇതിലും നല്ലതായിട്ട് എങ്ങനെ പറഞ്ഞു തരുന്നത്? ഇനി എന്നോട് ഡൗട്ട് ചോദിക്കുമ്പോ ചോദിക്കണം, തീർച്ചയായിട്ടും ചോദിക്കണം. ഇത് ഒന്നുകൂടെ കണ്ടിട്ട് വേണം ചോദിക്കാനേ. പിന്നെ അടുത്തായിട്ട് അണ്ടർബസ്റ്റിന്റെ ഹൈറ്റ് ഞാൻ അവർക്ക് എടുത്തേക്കുന്നത് 12.5 ഇഞ്ചാണ്. 12.5. ഇവിടെ ഒരു ചുമ്മാ ഒരു കുത്തി വെച്ചേക്കാമേ. നമുക്ക് പിന്നെ അത് ബ്ലൗസ് ഉണ്ടല്ലോ, ബ്ലൗസിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ഈ ബ്ലൗസ് അളവ് ബ്ലൗസിന് തന്നല്ല, ഇത് ഞാൻ ഒരേ ബ്ലൗസുകൾ നശിപ്പിച്ച് വെച്ചേക്കുന്നല്ലോ. എനിക്ക് ശരിയാക്കി തരാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓരോ ബ്ലൗസ് ആയിട്ട് തന്നാൽ ഞാൻ ശരിയാക്കാവുന്നു. അപ്പൊ അങ്ങനെ തന്നതാണ് ഈ ബ്ലൗസ്. അപ്പം അങ്ങനെ വന്ന ബ്ലൗസ്. അതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് നമ്മൾ നോക്കണ്ട. എങ്കിലും ചുമ്മാ ഞാനൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നോക്കുന്നത്. ഇതിലെ ഒരു 11.5 ഇഞ്ച് ഹൈറ്റും അണ്ടർ ബ്രസ്റ്റ് 15 ഇഞ്ചുമാണ് കൊടുത്തേക്കുന്നത്. ഇത് അട്ടർ വേസ്റ്റ് ആണ്. ഈ ബോഡിക്ക് അതൊന്നും വരത്തില്ല. അണ്ടർ ബ്രസ്റ്റിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ 39 എന്ന് ഞാൻ എടുത്തല്ലോ. 39 ഡിവൈഡഡ് ബൈ 3 ആണ് അണ്ടർ ബ്രസ്റ്റിന്റെ ഹൈറ്റ്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ 12.5 ഞാൻ എടുത്തേക്കുന്നത്. ഇവർക്ക് 13 ഇഞ്ചാ വരുന്നത്. ഞാനിപ്പം ഓൾറെഡി ആ ബ്ലൗസിൽ 15 വെച്ച സ്ഥിതിക്ക് ഞാനങ്ങ് 13 ഇഞ്ച് അങ്ങ് എടുക്കുവാണേ. 13. കാരണം നമുക്ക് തയ്ക്കാനും ഇപ്പോൾ 4 ഇഞ്ച് പോകുമല്ലോ. 13 ഇഞ്ച് ഇതിൽ വന്നത് തന്നെ വെക്കുക. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടുന്ന് എത്ര എടുത്തേക്കുന്നത്? 4.25. അതേ 4.25 നമ്മൾ ഇവിടെ എടുത്തിട്ട് വേണം സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇപ്പൊ നമുക്ക് വേണ്ടുന്നത്, ഞാൻ ഇവിടുന്ന് ഈ ഫ്രണ്ടിന്റെ ഇറക്കം ഒരു 5 ഇഞ്ച്, അതായത് ഈ താഴത്തെ ഈ ലൈനിൽ നിന്ന് അണ്ടർ ബ്രസ്റ്റിന്റെ ഹൈറ്റിൽ നിന്ന് 1.5 ഇഞ്ച് മേളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 1.25 ഇഞ്ച് മേളിലോട്ടും ഈ സൈഡ് വെച്ചു. ഇവിടൊക്കെ നമ്മൾ ഒത്തിരി തുണി ഇങ്ങോട്ട് ഇറക്കുവാണെങ്കിൽ ഇത് ഇവിടെ വന്ന് ഫിറ്റ് ആകാതെ ലൂസായിട്ട് ഇങ്ങനെ മേളിലോട്ട് വന്ന് ഇവിടെ എല്ലാം കൂടെ ചുരുണ്ട് നമുക്ക് തുണി ഇങ്ങനെ ചുടിഞ്ഞു കിടക്കും. കറക്റ്റ് ഇവർക്ക് ടക്ക് ഞാൻ അങ്ങ് 3 ഇഞ്ച് വെക്കുക. ഇവിടുന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിൽ 1.5 ഇഞ്ചിന്റെ മാർക്ക് ചെയ്തിട്ട് എന്റെ രണ്ട് സൈഡിലോട്ടും 1.5 ഇഞ്ച്, ഇവിടെ 3, ഇവിടെ 1.5, 3 ഇഞ്ച് നമ്മൾ ഇവിടെ എടുക്കുകയാണ്. അപ്പം ആദ്യം ഇതങ്ങ് വരച്ചേക്കാം. ഇത് നമുക്ക് ഞാൻ കൈ കൊണ്ട് അങ്ങ് വരയ്ക്കാമേ. നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കുന്നതിനെക്കാട്ടും കൈ കൊണ്ട് വരയ്ക്കുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ കറക്റ്റ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എത്ര ഇഞ്ചാ നമ്മൾ 3 ഇഞ്ചല്ലേ ഇറക്കം വന്നേക്കുന്നത്. ഇവിടെയും 3, ഇങ്ങോട്ട് 3.
കണ്ടോ? ഇവിടെയും 3. ഇതാ. എന്നിട്ട് വേണം നമ്മുടെ വര വരാൻ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ. മനസ്സിലായോ? അപ്പോഴായിരിക്കും കറക്റ്റ് നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ടക്ക് പിടിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഈ ലൈനിലോട്ട്. അപ്പം 3 എവിടെ വരുന്നു അവിടെ. ഇതൊന്നും ഞാൻ സാധാരണ നോക്കാറില്ല, ഞാൻ ഇങ്ങനെ അങ്ങ് വരച്ചു പോകത്തേ ഉള്ളൂ. തയ്ക്കുമ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ആവും. പിന്നെ അടുത്തത് നമ്മളുടെ നെക്കിന്റെ ഇവിടെ നമ്മൾ ഇത് ചെയ്തേക്കുമല്ലേ, നമ്മൾ കുറച്ച് ഒരു 1.5 ഇഞ്ചിനൊക്കെ നീളത്തി വന്നാൽ മതി. ഇത് ഈ ലൈനൊന്നും കണക്കില്ല. ഇവിടെ രണ്ടും കൂടെ ജോയിന്റ് ആയേ, 2 ലൈനും കൂടെ. എന്നിട്ട് ഇവിടവും നമ്മളിപ്പം ഇവിടുന്ന് 1/2 ഇഞ്ച്, ആരെയായാലും കപ്പൊക്കെ ചെറുത് മതി എന്നുള്ളവർക്ക്, ബ്രസ്റ്റ് ഒക്കെ കുറവുള്ളവർക്ക് നമുക്ക് 3/4 ഇഞ്ച് വരെ ഇവിടുന്ന് കട്ട് ചെയ്യാം. അപ്പൊ ഫ്രണ്ടിന്റെ പണി കഴിഞ്ഞു. നമുക്ക് വെട്ടിയെടുക്കാം. ഈ മേളത്തെ ലൈനിൽ തന്നെയാ വെട്ടുന്നത്. ഇതാ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. ഇപ്പൊ നമുക്കിവിടെ ആദ്യം ഇവിടെ ഒരു കട്ട്, ഇവിടെ ഒരു കട്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ ഇവിടത്തെ മാർക്ക് അങ്ങ് കൊടുക്കണം. വലിയ സൂചി ഉണ്ടെങ്കിൽ ആ സൂചി കൊണ്ട് കുത്തണം. ഇപ്പൊ ഒരേ ബ്ലൗസ് ആയതുകൊണ്ട് ഇവിടെ കാണാം. നമുക്ക് ഇവിടെ അങ്ങ് മാർക്ക് കൊടുത്തേക്കാം. പിന്നെ അടുത്തത് ഈ പോയിന്റിൽ വെക്കാതെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇച്ചിരി ചരിക്കണം. ചരിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു മാർക്ക്. ഞാൻ ഈ പകുതിയുടെ ഇത് 5.25 ഇത് 2.25, ഇത് ഈ പകുതിയുടെ കുറച്ചും കൂടെ താഴോട്ട് ഒരു 1/4 ഇഞ്ച് താഴോട്ട് വന്നിട്ട് ഇവിടുന്ന് ഞാൻ ഇതിന്റെ സെന്ററിലോട്ട്, അതല്ലെങ്കിൽ ഈ മേളത്തെ ഇങ്ങനെ ഇച്ചിരി ചരിച്ചു വെക്കും. ചരിച്ചു വെച്ചിട്ട് ഇപ്പൊ ഞാൻ 3 ഇഞ്ച് എടുത്തേക്കുന്നത്, അത് തയ്ച്ചു വരുമ്പോ 2.25 ആവും. ഇതാ ഇങ്ങനെയാണ് ഞാൻ ടക്ക് മാർക്ക് ചെയ്യുന്നത്. ഇതാ നമ്മുടെ ഫ്രണ്ടിന്റെ കട്ടിങ്ങും കഴിഞ്ഞു. ഇവിടെ ഒരു ടക്ക് എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു 1/2 ഇഞ്ചെങ്കിലും താത്ത് വെട്ടണമായിരുന്നു. അപ്പൊ എന്താ ചെയ്യും, ഞാൻ ഇതിലൊരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ചൊക്കെ ഇവിടെ ഇനിയും ടക്ക് പിടിച്ചാൽ ഇത് ചെറുതായിപ്പോ. അപ്പൊ ഇതിലൊരു 1/4 ഇഞ്ച് ഡിഫറൻസ് എക്സ്ട്രാ വെച്ചിട്ട് ആ 1/4 ഇഞ്ചിൽ ചെറിയൊരു ടക്ക് ഇവിടെ പിടിക്കും. അപ്പൊ ഇത് അറിയത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ കറക്റ്റ് ചെയ്യാനുള്ള വഴിയാണിത്. ഇപ്പൊ നമ്മളെ ചെസ്റ്റ് അവർക്ക് എടുത്തേക്കുന്നത് 10 ഇഞ്ചാണ്. അവരുടെ ഹിപ്പ് മെഷർമെന്റ് 8 ഇഞ്ചാണ്. 8.5, 1, 1.5, 10, ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ വെക്കുക. ചുമ്മാ ഇരിക്കട്ടെ. വെച്ചിട്ട് ഇതാ ഇത് രണ്ടും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വെച്ച് നോക്കാം നമുക്ക് എത്ര ഇഞ്ച് വേണമെന്ന്. ഇവിടെ ഇപ്പൊ 2.5 ഇഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ 3.5 ഇഞ്ച്, 3.25 ഇഞ്ച് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും നമ്മളുടെ ബെൽറ്റ്. അതായത് ഒരു 1.5 ഇഞ്ച്, ഒരു 1 ഇഞ്ച് ഞാൻ വെക്കാറുള്ളൂ. ഒരു 1.25 ഇഞ്ച് കൂട്ടി വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. 3.5 എന്ന് പറഞ്ഞാൽ 3.25. അപ്പൊ ഞാൻ ഒരു ടക്ക് എനിക്ക് പിടിക്കണമല്ലോ, അപ്പൊ ഞാൻ 4 ഇഞ്ച് അങ്ങ് വെക്കും. ഇവിടെ ആ 4 വെച്ചാൽ മതി. ആക്ച്വലി ഫ്രണ്ടിൽ നമ്മൾ 1/4 ഇഞ്ച് കൂടുതലാണ് വെക്കുന്നത്. ഓൾറെഡി ഇവിടെ 1/4 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ടക്ക് പിടിക്കേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ വെച്ചേക്കുന്നത്. ഒരു 3.5 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് നമ്മളുടെ ടക്ക് വന്നേക്കുന്നത്. ഇവിടെ വരുമ്പം ഇത് ആദ്യം നമുക്കൊരു നേരെ വരയ്ക്കാം. ഇതും കൂടെ ഒന്ന് നേരെ ഒരു ലൈൻ കൊടുക്കാം. എന്നിട്ട് ഈ 3.5 അവിടെ വരുമ്പം ഒരു 1/2 ഇഞ്ച് താഴ്ത്തതാകും. ഒത്തിരി താത്താല് ബ്ലൗസിന് വലിയ കപ്പ് ഇങ്ങനെ ചുരുണ്ട് നിൽക്കുവേ. അതുകൊണ്ട് അത്രയും മതി. ഇപ്പൊ നമ്മുടെ കപ്പിന്റെ പരിപാടി കഴിഞ്ഞു, നമ്മുടെ ബെൽറ്റിന്റെയും പരിപാടി കഴിഞ്ഞു. ഇതാണ് ബെൽറ്റ്. ഇവിടം ഇതാണ്, കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ?
അപ്പൊ നമ്മുടെ ബ്ലൗസിന്റെ കട്ടിങ് കണ്ടല്ലോ. ഇനി ഏതളവ് വന്നാലും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ, എങ്ങനെ വേണമെങ്കിലും തയ്ക്കാൻ അറിയാമല്ലോ. അറ്റ്ലീസ്റ്റ് അവരവരുടെ ബ്ലൗസെങ്കിലും അവരവരുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ട് ആ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ശരിയാകുന്നില്ലെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒക്കെ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി, അല്ലെങ്കിൽ ഒരളവ് ബ്ലൗസ് കിട്ടിയാല് അതെല്ലാം കൂടെ വെച്ച് എങ്ങനെ ഒരളവ് ബ്ലൗസും ഒരു ബോഡി മെഷർമെന്റും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു അളവ് ബ്ലൗസും ഒരു പിന്നെ ചെസ്റ്റ് മെഷർമെന്റും ഉണ്ടെങ്കിൽ ഒക്കെ, ബസ്റ്റിന്റെ മെഷർമെന്റ് തനിയെ ബോഡിയിൽ നിന്ന് എടുത്തോണ്ടെങ്കിൽ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വൃത്തിക്ക് ഒരു ബ്ലൗസ് തയ്ക്കാൻ പഠിച്ചല്ലോ അല്ലേ? അപ്പൊ എല്ലാരും തയ്ക്കണം. തയ്ച്ചിട്ട് എങ്ങനെയുണ്ട്, ഇങ്ങനെ ഇതുപോലെ ഞാൻ ഈ കാണിച്ച പോലെ ഒരു അളവ് ബ്ലൗസ് എടുത്തു വെച്ചോ, ഒരു ബോഡി മെഷർമെന്റ് എടുത്തു വെച്ചോ, പിന്നെ ഒരു കാൽക്കുലേഷനും ഞാൻ പഠിപ്പിച്ച പോലുള്ള ഫോർമുല വെച്ചുള്ള ഒരു കാൽക്കുലേഷനും ഒക്കെ വെച്ച് ഒരു ബ്ലൗസ് വൃത്തിയായിട്ട് തയ്ച്ചിട്ട് എല്ലാരും എന്നോട് പറയണം കേട്ടോ. തയ്ക്കണം, ചുമ്മാ വീഡിയോ മാത്രം കണ്ടാൽ പോരാ, തയ്ച്ചു നോക്കിയിട്ട് പറയണം. ഓക്കെ, അപ്പൊ ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യാൻ മറക്കണ്ട.